ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിന്റെ അടിയിലും വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കാരിയുടെ പേര് നല്ല ഡൗൺ ആണ്. അതായത് രേണു സുധി എന്ന് പറയുന്ന ടോപ്പിക്ക് ആരും എടുക്കുന്നില്ല, രേണു സുധിയെ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും മിണ്ടാതിരിക്കുന്നവരുടെ വായിൽ കമ്പിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പുതിയ ഇന്റർവ്യൂവുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആ ഇന്റർവ്യൂവിൽ ഓരോന്നും പറയുന്നത് കേൾക്കണം. അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ആദ്യം ഞാൻ കാണിച്ച ആ ഒരു സംഭവമാണ് എന്നെ ശരിക്കും ട്രിഗർ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഈ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ പഠിക്കണം. ഒരുപാട് നമ്മൾ അഹങ്കരിച്ച് വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ദൈവം നമുക്കൊരു അടി തരും, നമുക്കൊരു തിരിച്ചടി തരും. ഈ തിരിച്ചടി തരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരാനിരിക്കുന്നത് വലിയ വലിയ തിരിച്ചടികളായിരിക്കും. രേണു സുധിയുടെ അസുഖത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. രേണു സുധി ഒരു സർവൈവർ ആണ്, ഫൈറ്റർ ആണ്, അതിനെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. നല്ല കാര്യം തന്നെ. എല്ലാവർക്കും മോട്ടിവേഷൻ ആയിട്ട് പുള്ളിക്കാരി നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്കാരി ഇപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞ് ഞാനാണ് വിക്ടിം എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരേ ഒരു കാര്യമേ ഉള്ളൂ. പുള്ളിക്കാരിയുടെ പേര് ആരും ഇപ്പൊ എടുത്ത് ഉപയോഗിക്കുന്നില്ല. രേണു സുധി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് ഇപ്പൊ വലിയ ഒന്നുമില്ല, വൈറലൊന്നും അല്ല, ഡൗൺ ആയി പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അനാവശ്യമായിട്ട് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ചെയ്തതാണ്. ഈ ഇന്റർവ്യൂവിൽ രേണു സുധിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം എന്താന്നുള്ളത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായാലും ഞാനൊരു ചെറിയ ഭാഗങ്ങൾ കാണിച്ചു തരാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാർ, രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ അടി വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല. പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്രം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരു ഒറ്റ ഇതുകൊണ്ട്. എന്ത് കുരുപൊട്ടനെ 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട. യഥാർത്ഥ ആറ്റിറ്റ്യൂഡാണിത്. സ്വഭാവത്തിന് യാതൊരു രീതിയിലുള്ള മാറ്റവും വന്നിട്ടില്ല. ഇത്രയും ആക്രോശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, വയ്യാഴികയുള്ളൊരു വ്യക്തി വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യത്തിന്റെ ചികിത്സയിലാണ്. അപ്പൊ നമ്മൾ ഫുള്ളി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഉപയോഗിക്കാതെ നമ്മൾ നല്ല കാര്യങ്ങൾ ആലോചിച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എന്താണ് പ്രശ്നം? അപ്പൊ പറ്റത്തില്ല. കാരണം വിവാദം ഉണ്ടാക്കണ്ടേ. ഇത് മാറിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എന്റെ ആ ഒരു പേര് ബ്രാൻഡായിട്ട് തന്നെ നിലനിൽക്കണം. ഞാൻ എപ്പോഴും വൈറലായിട്ട് തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ വിവാദങ്ങൾ ഉണ്ടാക്കണം. മറ്റുള്ളവരുടെ വായിക്കകത്ത് കമ്പിട്ട് കുത്തി ഇളക്കണം. എന്നിട്ട് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴണം. അപ്പൊ പിന്നെ ഈ ഒരു പേര് ഇങ്ങനെ കത്തി തന്നെ നിന്നോളും. ഒരു 2-3 ആഴ്ചയായിട്ട് രേണു സുധി നല്ല രീതിയിൽ ഡൗൺ ആണ്. ആരും അവരെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷെ രേണു സുധി മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളൊക്കെ വിളിച്ച് കൂവി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഇത്രയും നാളും സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നു, സുധിച്ചേട്ടൻ്റേത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ പറഞ്ഞത് കേട്ടോ, ഇപ്പൊ പറഞ്ഞ ഡയലോഗ് കേട്ടോ,
രണ്ടുപേരിട്ടിട്ട് പോയ ഒരാളെ ഞാൻ ഭാര്യയായില്ലേ, അയാളെ ഞാൻ നോക്കിയില്ലേ എന്ന രീതിയിൽ. പിന്നെ ഇവർ നാഴികയ്ക്ക് 40 വട്ടം കിച്ചുവിന്റെ മണ്ടയ്ക്കാണ്. എപ്പോ നോക്കിയാലും ആ ചെറുക്കന്റെ മണ്ടയ്ക്കാണ്. അവൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് അവന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൻ ലൈഫ് ബിൽഡ് ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. ഇവര് പറയുന്നത് 11 വയസ്സ് മുതൽ ഞാൻ നോക്കിയതാണ്, ആദ്യമായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ചത് അവനാണ്. ആ ഒരു സ്നേഹവും ആ ഒരു ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വന്നിരുന്ന് ഇങ്ങനെ കുറ്റം പറയത്തില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ പയ്യനെ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൺസിഡറേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് തെറ്റ് അവൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരുന്ന് കുറ്റം പറയത്തില്ല. അതാണ് സത്യം. വന്നിരുന്ന് കുറ്റം പറയത്തില്ല. അവനായിട്ട് ഒന്നും തന്നെ പുറത്തു പറഞ്ഞതല്ല. അവനെ ചുമ്മാ ഇരുന്ന് ചൊറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത് ആവശ്യമില്ലാത്ത വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവൻ എന്തെങ്കിലും ഒരു കാര്യം വാ തുറന്നു പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇതാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ആ ചെറുക്കനെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി പോകുന്നത്? ഇവര് പറഞ്ഞു 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഞാനാണ് നോക്കിയത് എന്ന്. 11 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണ്. ആ ചെറിയ പ്രായം മുതൽ രേണുസുതി എന്ന് പറയുന്ന വളർത്തമ്മ അവനെ നല്ല രീതിയിലായിരുന്നു നോക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവന് യാതൊരു രീതിയിലുള്ള വിഷമം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും അവന്റെ മൈൻഡിൽ രേണുസുതി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല നിൽക്കുന്നത്. അപ്പം അവൻ മാറി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയുടെ സൈക്കോളജി പ്രകാരം അവനെ വളർത്തമ്മ നല്ല രീതിയിലാണ് നോക്കിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവരുടെ കൂടെ അവൻ കണ്ടേനെ. പിന്നെ അതിനുശേഷം ഇവര് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പായിട്ട് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. തന്റെ വളർത്തമ്മ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അപ്പൊ അവൻ അവിടെ നിന്ന് മാറി ആ ഒരു നിഴലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് മാറി. അതിലെന്താണ് തെറ്റ്? അതിലൊരു തെറ്റുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എക്സിസ്റ്റൻസ് അല്ലേ വലുത്. ഈ 11ാമത്തെ വയസ്സ് മുതൽ നല്ല രീതിയിൽ നോക്കിയിരുന്നുണ്ടെങ്കിൽ ആ സ്നേഹവും കടപ്പാടും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേനെ. പക്ഷേ അതിനിടയ്ക്ക് അവന് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മാറിയത്. കൊല്ലസുധിയുടെ മരണശേഷവും അവൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മാറിയത്. അങ്ങനെ കരുതിക്കൂടെ? ഇപ്പൊ അവനെ കുഞ്ഞായിട്ട് കൺസിഡർ, അതെ കുഞ്ഞു തന്നെയാണ്. കൊല്ലസുധി മരിച്ചപ്പോ അവൻ എത്ര വയസ്സുണ്ടായിരുന്നു? ഇപ്പോഴും അവൻ എത്ര വയസ്സുണ്ട്? 21 വയസ്സെന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രായമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. മെച്യൂരിറ്റി ഒക്കെ വന്നു തുടങ്ങുന്ന പ്രായമാണ്. ഇവര് ഇങ്ങനെ ഇരുന്ന് ഇപ്പം തന്നെ ഈ ഒരു ഇന്റർവ്യൂവിൽ കുറെ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ ഒക്കെ ചൊറിയുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചൊറിഞ്ഞു കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും എടുത്ത് വീഡിയോ ചെയ്യും. വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എന്റെ പേര് കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കും. ഇനി പാർട്ട് 2 ഉണ്ട് ഇതിന്റെ വരാനിരിക്കുന്നത്. അപ്പൊ ഓക്കെ, രേണുസുതി ഇപ്പൊ ഇവിടെ വന്നിരുന്ന് എന്റെ ജേണി, എന്റെ ഇപ്പൊ കീമോ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഈ രീതിയിലാണ് ഞാൻ ഈ രോഗത്തെ നേരിടുന്നത്, അത്തരം കാര്യങ്ങളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ രോഗത്തിലൂടെ കടന്നുപോയി ആ ട്രീറ്റ്മെന്റ് ഫേസിലിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷനാണ്. കണ്ടോ, അവരത് നേരിടുന്നത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. രേണു എന്ന് പറയുന്ന വ്യക്തി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും ഇപ്പൊ പറയും രേണുസുതിയെ വിറ്റ് തിന്നുന്നു, രേണുസുതിയെ വിറ്റ് അരി വാങ്ങിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് രേണുസുതി അത്ര നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഫൈറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഒരു കാരണവശാലും കുറ്റം പറയത്തില്ല. ഈ ഇന്റർവ്യൂവിനെ കുറ്റം പറയാനുള്ളൊരു വേദി ആയിരിക്കത്തില്ല ഇവരെടുക്കുന്നത്. പകരം എന്തായിരിക്കും, ഇവരിവിടെ വന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ രീതിയിലാണ് ഞാൻ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതിന്റെ മരുന്നിന്റെ കാര്യം, ചികിത്സയുടെ കാര്യം. അങ്ങനെ ഇവർക്ക് കുറച്ച് ഫെയിമുണ്ട്. ആ ഫെയിമിനെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കത്തക്ക രീതിയിലായിരിക്കണം ഇവർ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ അല്ല ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ കുറ്റം പറയുന്നത്. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും, എന്ത് തോന്നിവാസം കാണിച്ചാലും, എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും നമ്മളങ്ങ് മിണ്ടാതിരുന്നോണം. റിയാക്ഷൻ ചാനലുകാരും മിണ്ടാതിരുന്നോണം. അവർക്കൊക്കെ എന്തും കാണിക്കാം. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ആർക്കും എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും ഏത് രീതിയിൽ കോപ്രായവും കോമാളിത്തരവും കാണിക്കാം. പക്ഷെ അതിനെ ആരെങ്കിലും എടുത്തു വെച്ചൊന്ന് റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ റിയാക്ഷൻ ചാനലുകാർ അരി മേടിക്കുന്നവർ, റിയാക്ഷൻ ചാനലുകാർ വിറ്റ് തിന്നുന്നവർ, റിയാക്ഷൻ ചാനലുകാർ ശവം തിന്നുന്നവർ, എന്താണിത്? അവർക്ക് ചെയ്യാമോ? ഇപ്പൊ തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അത് മറ്റൊരാള് ഏതോ ഒരു തംബ്നെയിൽ ഇട്ട സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവില്, ഇത്രയും പേര് കാണുന്ന ഇന്റർവ്യൂവില് അതെടുത്ത് വിളിച്ചു പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഇട്ടയാൾ അതിനെക്കാട്ടി വലിയ തെറ്റുകാരനാണ്. അതിപ്പോ ഏത് ചാനലുകാരനാണെങ്കിലും, ഞാൻ കണ്ടില്ല അത് ആരാണെന്നുള്ളത്, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അങ്ങനൊരു തംബ്നെയിൽ ഇട്ടയാള് മഹാവൃത്തി കെട്ടവനാണ്. പക്ഷേ അതെടുത്ത് വിളിച്ചു പറയുവാണ്, എന്താ കിച്ചു രേണുവിനെ
എനിക്കത് പറയാൻ മടിയാണ്, എനിക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അമ്മ മകൻ ബന്ധമാണ് അവിടെ. ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും. ഇപ്പോഴും രേണുസുതി അതിന് വ്യക്തമായ ഒരു ആൻസർ അല്ല പറയുന്നത്. ആൻഡ് ഏറ്റവും ഒടുവിൽ രേണുസുതി പറഞ്ഞു വെക്കുന്നുണ്ട്, ഇവനെപ്പറ്റി ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല, അവനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടനോടുള്ള ഒരു ഇതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മൊത്തത്തിൽ നാണം കെടും. അപ്പൊ എന്ത് സംഭവമാണ്? അപ്പൊ ആൾക്കാരുടെ ഉള്ളിൽ അവനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓരോന്ന് ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ നല്ലൊരു അമ്മ അല്ലെങ്കിൽ വളർത്തിയ അമ്മ, ആദ്യമായിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ചത് അവനാണ്, ഞാൻ അവന്റെ വളർത്തമ്മയാണ് എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന വളർത്തമ്മ. ഇപ്പൊ പെറ്റമ്മ തന്നെ ആവണമെന്നില്ല സ്നേഹം ഉണ്ടാകണമെങ്കിൽ, രക്തബന്ധം തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പൊ വളർത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരു നല്ല വളർത്തമ്മയായിരുന്നുണ്ടെങ്കിൽ അവരൊരു കാരണവശാലും കുറ്റം പറയത്തില്ല. അവർ പറയുമായിരിക്കും, എന്നെ അവൻ വന്ന് കണ്ടില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല, പോട്ടെ, അങ്ങനെയാണ് പറയുക. അല്ലാതെ അവനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം, ഞാനതൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാണം കെടും, ഇങ്ങനെ പറയില്ല. ഇവർക്കൊന്ന് വിളിക്കാമല്ലോ, അവനെ നല്ല രീതിയിൽ വിളിക്കാമല്ലോ, നല്ല രീതിയിൽ വിളിച്ച് സംസാരിക്കാമല്ലോ. അപ്പോൾ ആ പയ്യന് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മാനസികമായ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം. അവൻ അവന്റെ ജീവിതമായിട്ട് പോകുന്നു, ഇവരുടെ ജീവിതമായിട്ട് പോകുന്നു. രേണുസുതി പെർഫെക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ, നല്ലതായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഈ രീതിയിലായിരിക്കില്ല അവർ കൊടുക്കുന്നത്.